Good morning, friends. Welcome to today's class. Okay, we have already discussed introduction to optical communication system. Now we are discussing our next topic, general lightweight system. Okay, general lightweight system പറഞ്ഞാൽ optical communication introduction. Okay, that's okay. ഓൾറെഡി പറഞ്ഞതാണ് ഇതെല്ലാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ റിവൈൻഡ് ചെയ്യാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏത് റേഞ്ചിൽ ഹയർ റേഞ്ച് ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി 100 ടെറാഹേർട്സ് ഫ്രീക്വൻസിയിലാണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹയർ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് നമ്മൾ ജനറൽ ലൈറ്റ് വേവ് സിസ്റ്റംസ് എന്ന് പറയും. ഓക്കെ, ജനറൽ ലൈറ്റ് വേവ് സിസ്റ്റം ആണ് യുവർ ഫസ്റ്റ് ടോപ്പിക്, ജനറൽ ലൈറ്റ് വേവ് സിസ്റ്റം ഇൻ യുവർ സിലബസ്. സോ ജനറൽ ലൈറ്റ് വേവ് സിസ്റ്റം ഈസ് ആൾസോ കാൾഡ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് light wave system that employ fiber as optical channel for information transmission called fiber optic communication system. What is fiber optic communication system? Fiber optic communication system എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ചാനൽ എന്താവണം? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ഓക്കെ, ലൈറ്റ് വേവ് സിസ്റ്റം ഈ ട്രാൻസ്മിഷൻ ചാനൽ ഒപ്റ്റിക്കൽ ഫൈബർ ആവുന്നതിനാണ് നമ്മൾ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ആദ്യം പറഞ്ഞു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു ജനറൽ ലൈറ്റ് വേവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓക്കെ ദേ വർക്ക്സ് ഇൻ ഹയർ ഫ്രീക്വൻസീസിലാണ് വർക്ക് ചെയ്യുക. 10⁻13 to 10⁻14 ഹേർട്സ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 100 ടെറാഹേർട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആൻഡ് ഓൾസോ ലൈറ്റ് വേവ് സിസ്റ്റം ദാറ്റ് എംപ്ലോയ്സ് ഒപ്റ്റിക്കൽ ഫൈബർ ഹാസ് ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ഓർ as channel for information transmission. Okay, light wave system that employ optical fiber as channel for information transmission is called optical fiber communication. Okay, then fiber optics എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? Fiber optics. What is fiber optics? Fiber optics എന്ന് പറഞ്ഞാൽ എന്താ? Light propagated through very thin cylindrical hair-like transparent fibers. That is called fiber optics. Light fiber optics, fiber optic cable transmit ചെയ്യാൻ പറഞ്ഞാൽ fiber optics. That is light passes through very thin cylindrical hair-like structure. Okay, transparent hair-like structure. That is fiber optics. Then communication system or light wave system can be broadly classified into two on the nature of communication channel. Channel communication channel അനുസരിച്ച് communication system, optical communication system രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. First one is unguided system. Then next one is guided system. Okay, unguided system is the optical beam when the optical beam is emitted by a transmitter or optical signal propagate through air or vacuum is called unguided system. Unguided system is nothing but the optical beam is propagate through air or vacuum or optical beam spread out through the channel. That is called unguided system. Spread out guiding ഇല്ലാതെയാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്ലിക്കേഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. കാരണം ബ്രോഡ്കാസ്റ്റിംഗിൽ ദർ വിൽ ബി അക്യുറേറ്റ് പോയിന്റിംഗ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. ട്രാൻസ്മിറ്ററിന്റെ റിസീവറിന്റെയും ഇടയിൽ ഇൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഒരു അക്യുറേറ്റ് പോയിന്റിംഗ് വേണം. So they are not used for broadcasting. So they are used for inter-satellite communication process. Okay. Then next, guided system. Guided system is nothing but optical beam is emitted by a transmitter remains spatially confined. Okay, confined in the fiber. Optical fiber അകത്ത് തന്നെ എന്തെയും കൺഫൈൻ ചെയ്യും. ഫൈബർ അതായത് കോറിന് അകത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഗൈഡഡ് സിസ്റ്റം. ഗൈഡഡ് ആണ്. സോ ഇറ്റ്സ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഗൈഡഡ് സിസ്റ്റം മെയിൻലി പ്രാക്ടീസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലൂടെ അത് ഗൈഡഡ് സിസ്റ്റം മെയിനായിട്ട് ലൈറ്റ് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ലൈറ്റ് വേവ് സിസ്റ്റത്തിന് എന്തും കൂടി പറയാം. ലൈറ്റ് വേവ് സിസ്റ്റത്തിന് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പറയാം. ഓക്കെ, ആൾത് ഇറ്റ്സ് ഇൻക്ലൂഡ് ഇതിൽ ഗൈഡഡും അൺഗൈഡഡ് സിസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് നമുക്ക് ലൈറ്റ് വേവ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ
എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും യൂസ് ചെയ്യാം. എനി ഏരിയ ദാറ്റ് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു ഇൻഫോർമേഷൻ, ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഒരു പ്ലേസ് വേറെ പ്ലേസിലോട്ട് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യാം. ബട്ട് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനിലാണ്. ഓക്കെ. The next topic, basic optical fiber communication. ഇത്രയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ? ഓക്കെ, മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അത് ഹയർ ഫ്രീക്വൻസീസിൽ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഹയർ ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് കോമ്പണൻസ് ഓർ എലമെന്റ്സ് ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമലി നമ്മൾ പറയുമ്പോൾ ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ മെയിൻ പാർട്സ് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ബേസിക് ആയിട്ട് 3 കാര്യങ്ങളുള്ളത്. വി ഓൾ നോ ദാറ്റ് ഈസ് എ ട്രാൻസ്മിറ്റർ, എ ചാനൽ, ഓക്കെ, an optical fiber. ഇവിടെ എന്താ? ഒപ്റ്റിക്കൽ ഫൈബർ ആസ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ, ട്രാൻസ്മിറ്റർ, ഒപ്റ്റിക്കൽ ഫൈബർ ആസ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ ആൻഡ് എ റിസീവർ. ഓക്കെ, ഇങ്ങനെ 3 പോർഷൻസ് ആണുള്ളത്. ഓക്കെ, ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിന്റെ റോൾ എന്താണ്? ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻടു ഒപ്റ്റിക്കൽ ഫോം ആൻഡ് ടു ലോഞ്ച് ദ റിസൾട്ടിംഗ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഇൻടു ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ വേൾഡിലുള്ള എല്ലാ സിഗ്നൽസും ഇൻ ഇലക്ട്രിക്കൽ നേച്ചറാണ്. ഓക്കെ, ഇലക്ട്രിക്കലാണ്, അതായത് കണ്ടിന്യൂസ് നേച്ചറാണ്. ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? Convert. But transmitter's duty is to convert this input electrical signal to optical signal and the resulting signal launch to the optical fiber. Fiber lot launch ചെയ്യാം. Okay, fiber lot കൊടുക്കുക. ഓക്കെ, ട്രാൻസ്മിറ്ററിന്റെ ഡ്യൂട്ടി ഇലക്ട്രിക്കൽ സിഗ്നൽ ഒപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ട് ഫൈബറിലോട്ട് കൊടുക്കും. ഫൈബർ എന്ന ചാനലാണ്. ഈ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിൽ മെയിൻ ആയിട്ടുള്ളത് 3 parts ആണ്. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ സോഴ്സ്, modulator and a channel coupler. Okay, optical source, modulator and channel coupler. ഈ optical source ആണ് ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവേർഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മോഡുലേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? മോഡുലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ മോഡുലേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ, ഒപ്റ്റിക്കൽ സിഗ്നൽ മോഡുലേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മോഡുലേറ്ററിലാണ് മോഡുലേഷൻ സംഭവിക്കുന്നത്. ആൾസോ ചാനൽ കപ്ലർ ആണ് എന്ത്? ഈ ട്രാൻസ്മിറ്ററിലുള്ള ഈ എന്തിനാ ഈ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ചാനലിലോട്ട് കപ്പിൾ ചെയ്യാൻ ഒരു ചാനൽ കപ്ലർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ചാനൽ പറഞ്ഞു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞ എന്താ? റിസീവർ ഉണ്ട്. ഓക്കെ, അറ്റ് ദ റിസീവർ ഉണ്ടാവും. ഈ റിസീവറിന്റെ duty എന്താ? Receiver converts the optical signal received at the output end of the optical fiber back to the original electrical signal. ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഔട്ട്പുട്ട് എൻഡിൽ നിന്ന് കിട്ടുന്ന ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ റിസീവർ. അതുപോലെ തന്നെ ഇത് ഒപ്റ്റിക്കൽ റിസീവറിലുള്ള പാർട്സ് ആണ് കപ്ലർ, ഫോട്ടോ ഡിറ്റക്ടർ ആൻഡ് ഡിമോഡുലേറ്റർ. കപ്ലർ എന്താവും? ഈ ഒപ്റ്റിക്കൽ ഫൈബറും റിസീവറും കപ്പിൾ ചെയ്യാൻ വേണ്ടി ഒരു കപ്ലർ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോട്ടോ ഡിറ്റക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഡിമോഡുലേറ്റർ ഉണ്ടാവും. ഓക്കെ, അവിടെ ട്രാൻസ്മിറ്ററിൽ മോഡുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിസീവറിൽ ഡിമോഡുലേറ്റർ ഉണ്ടാവും. ഡിമോഡുലേറ്ററും ലോങ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം അല്ലേ? ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി മെയിൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈ എല്ലാ എലമെന്റ്സും ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇൻഫർമേഷൻ സോഴ്സ്, ദാറ്റ് ഇസ് ഇൻഫർമേഷൻ സോഴ്സ് എന്താ ചെയ്യുന്ന? ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ, ദെൻ ഒപ്റ്റിക്കൽ സോഴ്സ്. ഇത്രയാണ് നമ്മുടെ എന്ത് പാർട്ട്? transmission part, then optical fiber cable, then at the receiver part we have optical detector, electrical receiver and destination. Okay, then first is the information source. Information source and the providing electrical signal to the transmitter load electrical signal providing. Then electrical signal in the electrical transmitter modulator. Electrical transmitter contains electrical stage which drives an optical source to give modulation to the light wave carrier. This light wave carrier, the light wave information source in the carrier and the modulation സംഭവിക്കുകയാണ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്ററിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഈ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒപ്റ്റിക് കാരിയറിൽ മോഡുലേഷൻ ചെയ്യുന്നത് either by analog or digital signal. Analog signal optical signal generate ചെയ്യണമെങ്കിൽ optical signal, okay, the signal is generated by modulating, okay,
The optical signal is generated by modulating optical carrier wave. Optical signal modulate ചെയ്യുന്ന എങ്ങനെ optical carrier wave യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഹൈ ഫ്രീക്വൻസി carrier wave വേണ്ടേ നമുക്ക് മോഡുലേഷൻ സംഭവിക്കാൻ. ഹൈ ഫ്രീക്വൻസി carrier വേവ് വേണം. അപ്പോൾ ഇവിടെ ഹൈ ഫ്രീക്വൻസി carrier wave ആയിട്ട് ആരാ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ സിഗ്നലിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ സിഗ്നലിനാണ് യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി carrier wave ആയിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അനലോഗ് ആയിട്ടും മോഡുലേറ്റ് ചെയ്യാം, ഡിജിറ്റലായിട്ടും ഡിജിറ്റൽ സിഗ്നൽ യൂസ് ചെയ്തിട്ടും മോഡുലേഷൻ സംഭവിക്കാം. അപ്പൊ അനലോഗും ഡിജിറ്റലും മോഡുലേറ്റ് ചെയ്താലുള്ള ഡിഫറൻസ് ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പറയാം. അതിനു മുമ്പ് ഓക്കെ, ഒപ്റ്റിക്കൽ ട്രാൻസിസ്റ്റർ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒപ്റ്റിക്കൽ റിസോഴ്സ് ആണ്. ഒപ്റ്റിക്കൽ സോഴ്സ്. Optical source provides the electrical to optical conversion. Electrical to optical conversion തരാം. ഇത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവേർഷൻ ബൈ യൂസിങ് എ സെമി കണ്ടക്ടർ ലേസർ യൂസ് ചെയ്തിട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവേർഷൻ, ഇലക്ട്രിക്കൽ ഒപ്റ്റിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ബൈ യൂസിങ് എ സെമി കണ്ടക്ടർ ലേസർ ഓർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സെമി കണ്ടക്ടർ ലേസർ ഓർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവേർഷൻ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഫോട്ടോ ഡയോഡ്സ് അല്ലെങ്കിൽ ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് ഓർ ഫോട്ടോ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽ ആൻഡ് ദ ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷൻ. ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷൻ അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെയാണ് ഫോട്ടോ ഡയോഡ്സ്, ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ്, ഫോട്ടോ കണ്ടക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഒപ്റ്റിക്കൽ സിഗ്നൽ ആക്കി. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ? Optical fiber cable is nothing but the role of communication channels to transport the optical signal from transmitter to receiver without distorting it. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിൽ വരുന്ന സിഗ്നൽ ഡിസ്റ്റോർട്ടും ചെയ്യാതെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ റോള്. ഓക്കെ, പിന്നെ ലോസസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ ലോ ഡിസ്പെർഷൻ ആണ്, ലോ fiber non-linearity, അപ്പം low attenuation, higher optical signal to noise ratio, larger repeater span. repeater span larger ആണ് എന്ന് വെച്ചാൽ എന്താ? അതായത് റിപ്പീറ്റേഴ്സ് ഒരുപാട് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് വെക്കണം. അതായത് കൂടുതൽ റിപ്പീറ്റേഴ്സ് വെക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അതാണ് ലാർജർ റിപ്പീറ്റർ സ്പാൻ വേണം. ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ റിക്വയർമെന്റ്സ്. ദെൻ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, ഇലക്ട്രിക്കൽ സിഗ്നൽ വന്നു, മോഡുലേഷൻ ചെയ്തു, ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ സിഗ്നൽ ആക്കി, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. ദെൻ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിലെത്തി. ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിന്റെ ഡ്യൂട്ടി എന്താ? ഈ കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ബൈ യൂസിങ് ഫോട്ടോ ഡയോഡ്സ്, ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് എക്സെട്ര. ഈ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ഫ്രീ വേവ് ലെങ്ത്തിൽ സെൻസിറ്റീവ് ആണ്, ലോ പവർ കൺസെപ്ഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വേണം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, സ്മോൾ സൈസ്, കോസ്റ്റ് കാപ്പബിലിറ്റി ആൻഡ് ലോ നോയ്സ്. ഇത്രയാണ് ഒരു ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിന്റെ requirements. The next, repeaters and optical amplifiers. Okay, what is repeaters and what is optical amplifier? To compensate for signal degradation in long distance communication, repeaters and amplifiers are used. Okay, long distance communication നമ്മൾ സിഗ്നൽ ഡീഗ്രഡേഷൻ റിമൂവ് ചെയ്യാനും വേണ്ടിയാണ് എന്ത് ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദ റിപ്പീറ്റർ, ചില റിപ്പീറ്റേഴ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റർ may convert the optical signal to electrical signal and then convert back to optical signal for further transmission. ഈ റിപ്പീറ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ചാനലിന്റെ ഇടയിൽ വെക്കുന്നതാണ്. ഓക്കെ, ചാനലിലാണ് നമ്മൾ ട്രാൻസ്മിറ്റർ ഒരു ഭാഗത്തുണ്ടാവും, റിസീവർ ഭാഗത്തുണ്ടാവും. ഈ ട്രാൻസ്മിറ്ററിന് റിസീവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം ബൈ യൂസിങ് ഈ ചാനൽ യൂസ് ചെയ്ത്. അപ്പൊ ചാനലിൽ നമ്മൾ റിപ്പീറ്റേഴ്സ് വെക്കും. ഈ റിപ്പീറ്റേഴ്സ് ചാനലിലൂടെ ഒപ്റ്റിക്കൽ വേവ്സ് ആണ് പോകുന്നത്, അല്ലെ, ഒപ്റ്റിക്കൽ സിഗ്നലാണ് പോകുന്നത്. അപ്പൊ ചില റിപ്പീറ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, റിപ്പീറ്ററിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടി. ഇതിനെ ആംപ്ലിഫൈ ചെയ്യണ്ടേ? ഒപ്റ്റിക്കലിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? വീണ്ടും ഒപ്റ്റിക്കലായിട്ട് തന്നെ നമ്മൾ ചാനലിലോട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഓപ്പറേഷണൽ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കലിനെ ഇലക്ട്രിക്കൽ ആക്കിയിട്ടും ഇലക്ട്രിക്കലിനെ ബാക്ക് ടു ഒപ്റ്റിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ,
കോസ്റ്റ് ഇൻക്രീസ് ഒക്കെ സംഭവിക്കും. ഓക്കെ, അതല്ല ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് സിംപ്ലി ആംപ്ലിഫൈ ദ ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഒപ്റ്റിക്കൽ സിഗ്നലിനെ ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്യും മാത്രമാണെങ്കിൽ ഹയർ SNR പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എല്ലാ ഒപ്റ്റിക്കൽ ഓപ്പറേഷനിലും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഹയർ ആയിരിക്കും സിംപിൾ ആംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ ഫൈബർ കപ്ലേഴ്സ് അല്ലെങ്കിൽ ഫൈബർ കണക്ടേഴ്സ്. ഓക്കെ, അവരുടെ യൂസേജ്. ഫൈബർ കപ്ലേഴ്സ് or fiber connectors are used to distribute light from main fiber into one or more branches of fibers or to connect one fiber with another fiber. ഫൈബർ കപ്ലേഴ്സ് അല്ലെങ്കിൽ ഫൈബർ കണക്ടേഴ്സ് ഉണ്ട്. ഇവരെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ഡിസ്ട്രിബ്യൂട്ട് ലൈറ്റ് ഫ്രം മെയിൻ ഫൈബർ ഇൻ ടു വൺ ഓർ മോർ ബ്രാഞ്ചസ്. ഓക്കെ, ഒരു ഫൈബറിന്, ഒരു മെയിൻ ഫൈബറിന് ഒരു ഫൈബർ ബ്രാഞ്ചിലോട്ട് ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ടു കണക്ട് വൺ ഫൈബർ വിത്ത് അനദർ, അല്ലെങ്കിൽ ഒരു ഫൈബർ വേറെ ഫൈബറിനായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കപ്ലേഴ്സ് അല്ലെങ്കിൽ ഫൈബർ കണക്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു ഫൈബറിന് വേറെ ഫൈബർ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫൈബറിന് ഒരു വേറെ ഫൈബർ ബ്രാഞ്ചിലോട്ട് കണക്ട് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഫൈബർ കപ്ലേഴ്സ് ആൻഡ് ഫൈബർ കണക്ടേഴ്സ്. ഓക്കെ, സോ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ആദ്യം ഇലക്ട്രിക്കൽ സിഗ്നൽ വരും, ഇൻഫർമേഷൻ സോഴ്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യും ബൈ യൂസിങ് അനലോഗ് ഓർ ഡിജിറ്റൽ സിഗ്നൽ, എന്നിട്ട് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ത് ചെയ്യും? അതിനെ ഇലക്ട്രിക്കലിനെ ഒപ്റ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്യും ബൈ യൂസിങ് സെമി കണ്ടക്ടർ, ലേസർ ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, അതായത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ത് ചെയ്യും? ഡിസ്റ്റോർഷൻ ഒന്നും ഇല്ലാതെ ട്രാൻസ്മിറ്ററിന് റിസീവറിലോട്ട് സിഗ്നൽ എത്തിക്കുക അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ റോള്. അവിടെ നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ആംപ്ലിഫയേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യും. പിന്നെന്താ പറഞ്ഞത്? ഈ റിപ്പീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസ് എന്താണ്? സ്പാൻ കുറവാണ്. റിപ്പീറ്റർ സ്പാൻ കുറവാണ്, കാരണം ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ഇവർ വേണം. കാരണം എന്താ? ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ അതിന്റെ സിഗ്നലിന്റെ ഡിസ്റ്റോർഷൻസ് കുറഞ്ഞ് സിഗ്നൽസിനെ റിസീവറിൽ എത്തിക്കാനും വേണ്ടിയാണ് ഈ ഒപ്റ്റിക്കൽ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിക്കൽ റിസീവറിൽ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ വരും. ഒപ്റ്റിക്കൽ ഡിറ്റക്ടറായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡയോഡ്സും ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ്. ഈ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒപ്റ്റിക്കൽ സിഗ്നലിനെ കറസ്പോണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റും. പിന്നെ ഇലക്ട്രിക്കൽ റിസീവറിൽ നമുക്ക് ഡിമോഡുലേറ്റർ ഉണ്ടാവും. ഇതിനെ വീണ്ടും ഡിമോഡുലേറ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് ഡെസ്റ്റിനേഷനിലെത്തും. ഓക്കെ, ഇനി ഡിഫറൻസ് ഇൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ ഓഫ് ദ ഒപ്റ്റിക്കൽ കാരിയർ. ഒപ്റ്റിക്കൽ കാരിയറിന്റെ അനലോഗ് ആൻഡ് ഡിജിറ്റലിൽ മോഡുലേറ്റ് ചെയ്താലുള്ള differences. Okay, analog modulation involves the variation of light emitted from optical source in a continuous manner. Okay, analog modulation എന്താ ഉണ്ടാവുക? ഒപ്റ്റിക്കൽ സോഴ്സ് നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് മാനറിലാവും. ഓക്കെ, ഒപ്റ്റിക്കൽ സോഴ്സ് നിന്ന് എമിറ്റ് ചെയ്യുന്ന, അതായത് ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവേർഷൻ കഴിഞ്ഞ് the light emitting from optical source will be in continuous manner. Continuous manner ലായിരിക്കും analog modulation ആണ്. Digital modulation ആണെങ്കിലോ the light emitting from optical source will be in discrete changes in the light intensity. Okay, light intensity discrete values ആവും. Light intensity discrete values ആവും digital modulation സംഭവിക്കുക. Okay, then analog modulation with an optical fiber communication system is less efficient as compared to digital modulation. Okay, the analog modulation is less efficient than compared to digital modulation. Analog optical fiber communication links are generally limited to shorter distance. Analog optical communication, analog modulation ചെയ്യാണെങ്കിൽ അത് ഷോർട്ടർ ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡിജിറ്റൽ ആണെങ്കിൽ and also lower bandwidth ആവും as compared to digital links. Digital ലിങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ടർ ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ and also lower bandwidth ആയിരിക്കും. Okay, that's all about today's class. Okay, then we can discuss advantages, disadvantages and application in the next class. Okay, thank you.